പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദാകെ ടെൻഷനിലാണ്, എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വിജി വരുന്നുണ്ട്. ഒരു കപ്പ് കാപ്പി എടുക്കട്ടെ വേദയെന്ന് ചോദിക്കുകയാണ്. ഉടനെ വേദ പറയുന്നുണ്ട്, വേണ്ട ചേച്ചി, കപിലൻ വരുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് കാപ്പി കുടിച്ചോളാം. ഇത് കേട്ടതും വിജി കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞതും കപിലൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കപിലിനെ കണ്ടതും വേദ പെട്ടെന്ന് കപിലിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല കപിലൻ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. അതെല്ലാം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. ഇത് കേട്ടതും കപിലൻ ചോദിക്കുന്നുണ്ട്, എന്താ വേദേ, പതിവില്ലാതെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതെ, എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നു. അതിന് കാരണം നീ തന്നെയാണ്. ആ പെൺകുട്ടികളെല്ലാം രക്ഷിച്ചെടുത്തത് നീയാണെന്ന് നീ പറയുന്നു. പക്ഷേ അത് വിക്രമാണെന്ന് ഞാൻ അറിഞ്ഞു. ഇത് സത്യമാണോ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും കപിലൻ വേദയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ആരാ നിന്നോട് പറഞ്ഞതെന്ന് കപിലൻ ചോദിക്കുന്നുണ്ട്. പറഞ്ഞ ആളെ ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിച്ച കാര്യം നീ സത്യമാണോ എന്ന് പറ. ഇത് കേട്ടതും കപിലൻ പറയുന്നുണ്ട്, സത്യമല്ല, ഇത് ഒരിക്കലും സത്യമാവില്ല. ഞാൻ തന്നെയാണ് അവരെ കണ്ടുപിടിച്ചത്. ഞാനും എന്നോടൊപ്പം ചേർന്ന് പോലീസുകാരും. വേദ, നിനക്കാ വിക്രമിൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ? അവൻ നമ്മൾ ഏതെങ്കിലും ഒരു കേസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നതിന് തൊട്ടു മുൻപ് അവൻ അവിടെ എത്തി ആ ക്രെഡിറ്റ് എല്ലാം അവൻ അങ്ങ് വാങ്ങിയെടുക്കും. ഇതാണ് അവൻ്റെ സ്ഥിരം പരിപാടി. ഒന്നും രണ്ടും കേസുമല്ല, എത്ര കേസുകളാണ് അങ്ങനെ സംഭവിച്ചു ഇരിക്കുന്നത്. നിനക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ? എന്നിട്ട് നീ എന്താ വേദ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞങ്ങൾ ആ പെൺകുട്ടികളെ രക്ഷിച്ചെടുക്കുന്നതിന് മുൻപ് അവൻ അവിടെ വന്നു എന്നുള്ളത് സത്യം തന്നെയാണ് എന്ന് കരുതി ക്രെഡിറ്റ് മുഴുവൻ അവനക്ക് കൊടുക്കാൻ പറ്റുമോ വേദേ? അതൊരിക്കലും കഴിയില്ല. പിന്നെ പോലീസിന് എന്താണൊരു വിലയുള്ളത്? ഒരു വിലയും ഉണ്ടായിരിക്കില്ല. ഒരു ക്രിമിനൽ, അതും ഒരു റൗഡി, മുൻപ് കൊലക്കുറ്റത്തിന് ജയിലിൽ കിടന്നവൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെ രക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അവനെ ആദരിക്കും. പക്ഷേ പോലീസിനെ വെറുക്കുകയും ചെയ്യും. പോലീസിന് ഒരു വിലയും ഉണ്ടാവില്ല വേദേ. അതുകൊണ്ടാണ് ഞാൻ അവനെ പത്രക്കാർക്ക് മുൻപിൽ കാണിച്ചു കൊടുക്കാതിരുന്നത്. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ എന്ന് കപിലൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ഇല്ല കപിലൻ, നീ പറയുന്നതൊന്നും എനിക്ക് അങ്ങ് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം തെറ്റല്ലേ കപിലൻ? ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് കേട്ടതും കപിലൻ പറയുന്നുണ്ട്, നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ? എന്തായാലും ഞാനിതെല്ലാം ചെയ്തത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനും മൊത്തം വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. നമ്മുടെ പോലീസിനെ പോലീസിനെ ജനങ്ങൾ വില കൊടുക്കുന്നില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്തത്. നിനക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കപിലൻ പോവാനായിട്ട് ഇറങ്ങുന്നു. ഉടനെ വിജി ഓടി വരുന്നുണ്ട്. കപിലൻ നിൽക്ക്, ദേ കാപ്പി എടുക്കുന്നുണ്ട്. ഇത് കേട്ടതും കപിലൻ പറയുന്നുണ്ട്, വേണ്ട ചേച്ചി, എനിക്കൊന്നും വേണ്ട, ഞാനിപ്പോൾ കാപ്പി കുടിക്കാനുള്ള മൂഡിലല്ല എന്നും പറഞ്ഞുകൊണ്ട് കപിലൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. കപിലൻ്റെ ആ പോക്ക് കണ്ട് വിജിക്ക് അത്ര പന്തികേട് ഒന്ന് തോന്നുന്നു, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വിജി വേദയോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റി വേദേ, കപിലൻ എന്താ പെട്ടെന്ന് ഇറങ്ങിപ്പോയത്? ഇപ്പോഴിങ്ങ് വന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെയല്ലല്ലോ, ഇരുന്ന് സംസാരിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമല്ലേ പോവാർ? പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും നമ്മുടെ വേദ പറയുന്നുണ്ട്, അത് ചേച്ചി, ഒരു പ്രശ്നമുണ്ട്. ആ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെല്ലാം രക്ഷിച്ചത് കപിലനല്ല, യഥാർത്ഥത്തിൽ വിക്രമാണ് അവരെ രക്ഷിച്ചത്. അതിനുശേഷമാണ് കപിലനും പോലീസുകാരും അവിടെ എത്തിയത്. ഞാനത് കപിലനോട് ചോദിച്ചു, പക്ഷേ കപിലനത് ഇഷ്ടപ്പെട്ടില്ല. അവൻ അവൻ്റെ ന്യായങ്ങൾ പറയുന്നു. പക്ഷേ എനിക്കതൊന്നും കൺവിൻസ് ആയിട്ടില്ല. എൻ്റെ ഇത് കേട്ടതും നമ്മുടെ വിജി പറയുന്നുണ്ട്, എന്താ വേദേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല ചേച്ചി, വിക്രമാണ് രക്ഷിച്ചതെങ്കിൽ പത്രക്കാരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും നമ്മുടെ ഈ ലോകത്തിൻ്റെ മുന്നിൽ വിക്രമിൻ്റെ പേരല്ലേ എല്ലാവരും അറിയപ്പെടേണ്ടത്. പക്ഷെ അതിന് പകരം പോലീസുകാരും കപിലനും ചേർന്നാണ് അവരെ രക്ഷപ്പെടുത്തിയെന്നല്ലേ എല്ലാവരും അറിയുന്നത്. അത് ശരിയല്ലല്ലോ. ആ ക്രെഡിറ്റ് പോലീസിന് കിട്ടുന്നത് ഒരിക്കലും ശരിയല്ല. പിന്നീടെന്തെങ്കിലും ഈ ഒരു ന്യൂസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് പോലീസിനും എനിക്കും നാണക്കേടല്ലേ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും നമ്മുടെ വിജി പറയുന്നുണ്ട്, ഇല്ല വേദേ, നീ അതോർത്ത് ഒരിക്കലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇത് വിക്രമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ വിക്രം ഇക്കാര്യം ഒരിക്കലും ആരോടും പുറത്ത് പറയത്തില്ല. അവൻ സത്യസന്ധതയുള്ളവനാ. നിനക്കവൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, എനിക്കൊരു മനസ്സാക്ഷിയില്ലേ, എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കുന്നതല്ലേ എനിക്ക് ചെയ്യാൻ കഴിയൂ.
അതുകൊണ്ട് തന്നെ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഓഫീസിലേക്ക് പോവാൻ നേരമായി ചേച്ചി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്നും പോകുന്നുണ്ട്. വിക്രമും ഫ്രണ്ട്സും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ശ്രീജയും വിശ്വവും കയറി വരുന്നുണ്ട്. ചേട്ടനെയും ചേട്ടത്തിയെയും കണ്ടതും വിക്രമിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അകത്തേക്ക് വാ ചേച്ചി, ചേട്ടാ ഇരിക്കുക എന്ന് പറയുന്നുണ്ട് വിക്രം. എന്നാൽ വിശ്വം പറയുന്നുണ്ട്, വിക്രം ഞങ്ങളൊരു വിശേഷം പറയാൻ വേണ്ടി വന്നതാണ്. എന്താ ചേട്ടാ കാര്യമെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും ശ്രീജ പറയുന്നുണ്ട്, അത് വിക്രം, നമ്മുടെ അച്ഛൻ്റെ നാട്ടിലെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഉത്സവമാണ്. നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം തന്നെയാണ് വിക്രം. നിനക്കറിയില്ലേ, നമ്മൾ പലതവണ അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നീയും നിൻ്റെ വേദിയും അവിടെ പങ്കെടുക്കണമെന്നാണ് പറയുന്നത്. ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇത്? വേദ ഇതിലൊക്കെ പങ്കെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? വേദയും നമ്മളുമായി ഒരു ബന്ധവും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഉത്സവത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോകും? ഇത് കേട്ടതും ശ്രീജ പറയുന്നുണ്ട്, അതൊന്നും അവർക്കറിയില്ലല്ലോ വിക്രം. നീയും വേഗതയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം അവർക്ക് ആർക്കും തന്നെ അറിയില്ല. നാട്ടിലുള്ളവരെല്ലാം ചിന്തിച്ചിരിക്കുന്നത് നിൻ്റെ ഭാര്യ ഒരു കളക്ടറാണ്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം അഭിമാനമാണ്. ഈ ഉത്സവത്തിൽ ഒരു കളക്ടർ പങ്കെടുക്കുന്നത് അവർക്കെല്ലാം വലിയ കാര്യമാണ് എന്നൊക്കെയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ചേട്ടൻ, നമ്മുടെ വലിയച്ഛൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. നിന്നെയും വേദിയും ക്ഷണിക്കാനായിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇത് കേട്ടതും വിക്രം ഞെട്ടുന്നുണ്ട്. അയ്യോ, അതാകെ പ്രശ്നമാവുമല്ലോ ചേച്ചി, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇതിന് വരാൻ പറ്റത്തില്ല. വേദ വരില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് വിശ്വത്തോടും ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ വിശ്വം പറയുന്നുണ്ട്, ഇതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല വിക്രം. ഒന്നില്ലെങ്കിൽ നീ വേദയെ ഈ പറഞ്ഞ് മനസ്സിലാക്കി ഇതിന് സമ്മതിച്ച് ഉത്സവത്തിന് കൊണ്ടുവരണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്ക്, നാട്ടിൽ നിന്നും വന്നവരെ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും പോകുന്നുണ്ട്. ഉടനെ തന്നെ വിക്രം ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, ദേ ഇവിടുത്തെ കാര്യമെല്ലാം നിങ്ങൾ നോക്കിക്കോ, എനിക്ക് പെട്ടെന്ന് പോകണം. വല്യച്ഛനും കൂട്ടരും വേദിയുടെ അടുത്തെത്തുന്നതിന് മുൻപേ എനിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി നാട്ടിൽ നിന്നും പറഞ്ഞയക്കണം. എന്നാൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വിക്രമും അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. എന്നാൽ വിക്രം വല്യച്ഛനെ കാണാൻ പറ്റുന്നില്ല വിക്രമിനെ. എന്നാൽ അതിനു മുന്നേ തന്നെ വല്യച്ഛനും അവരോടൊപ്പം വന്ന കുറച്ച് പ്രായമുള്ള ആൾക്കാരും നമ്മുടെ വേദിയുടെ വീട്ടിലെത്തുന്നുണ്ട്. എന്നാൽ പോലീസുകാർ തടയുവാണ്. ഇത് ഒരു കളക്ടറുടെ വീടാണ്, നിങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പെർമിഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടതും വല്യച്ഛനും കൂടെയുള്ളവരും പറയുന്നുണ്ട്, ഞങ്ങൾ അവരുടെ കുടുംബക്കാരാണ്. ഈ കളക്ടർ എന്ന് പറയുന്ന വേദിയുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്, ഭർത്താവിൻ്റെ കുടുംബത്തിലെ ആൾക്കാരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അവർക്ക് ആർക്കും തന്നെ അങ്ങനെ ഒരു ആളുകളെ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ അവർ തടയുന്നുണ്ട്. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഞങ്ങൾ മാഡം പറയാതെ അകത്തേക്ക് കയറ്റിവിടില്ല എന്ന് പറയുന്നു. എന്നാൽ പുറത്തെ ഈ ബഹളം കേട്ട് നമ്മുടെ വിജി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്താണ് അവിടെ, ആരാ നിങ്ങളെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും നിങ്ങളാരാ എന്ന് ചോദിക്കുകയാണ് ആ വല്യച്ഛൻ. അപ്പോൾ വിജി പറയുന്നുണ്ട്, അത് ഞാൻ കളക്ടർ മാഡത്തിൻ്റെ ഒരു ചേച്ചിയെ പോലെയാണെന്ന് പറയുന്നു. ഓഹോ അങ്ങനെയാണോ, എന്നാലേ ഞാൻ വിക്രമിൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ്. അത് പറഞ്ഞിട്ട് ഈ പോലീസുകാർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമായിരുന്നു. ഇത് കേട്ടിട്ടാണ് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരെല്ലാം കണ്ടതും വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വല്യച്ഛ എന്താ അവിടെ നിൽക്കുന്നത്, അകത്തേക്ക് കയറി വാ എന്ന് പറയുകയാണ്. ഇത് കേട്ടതും വല്യച്ഛൻ എല്ലാവരോടും പോലീസുകാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ദേ കേട്ടല്ലോ എന്നെ വിളിച്ചത് എന്താണെന്ന്, ഇനി എനിക്ക് അകത്തേക്ക് പോവാലോ എന്നും പറഞ്ഞുകൊണ്ട് വേദയുടെ പിറകെ തന്നെ എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതിനിടയിൽ വേദ അവരാരും കേൾക്കാതെ വിജിയോട് പറയുന്നുണ്ട്, ചേച്ചി മോൾ എവിടെ, മോൾ അകത്തുണ്ടെന്ന് പറയുന്നു. എന്നാൽ മോള് റൂമിൽ നിന്നും പുറത്തിറങ്ങാതെ നോക്കണമെന്ന് വിജിയോട് പറയുന്നുണ്ട്. ശരി വേദ, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിജി അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സെറ്റിയിലിരുന്നതും നമ്മുടെ വല്യച്ഛൻ വേദയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ വിക്രം എവിടെയെന്ന്. ഒരു നിമിഷം ഒന്ന് പതറിയെങ്കിലും വേദ പറയുന്നുണ്ട്, അത് വിക്രം പുറത്തേക്ക് പോയിക്കുകയാണ്. മോളെ നിനക്കറിയാമല്ലോ, നമ്മുടെ കുടുംബത്തിൽ പഠിച്ചൊരു വ്യക്തി പറയുന്നത് എൻ്റെ അനിയനായിരുന്നു. എന്നാൽ അവനക്ക് 3 മക്കളുണ്ടായി. അവരിൽ ഈ ചെറിയവൻ മാത്രമേ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ വീട്ടിലേക്ക് പഠിച്ചൊരു വ്യക്തി വന്നത് മോളാണ്. നീ പഠിച്ചൊരു കളക്ടർ ആവുകയും ചെയ്തു.
നമ്മുടെ നാട്ടിലെ കളക്ടറായി നീ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, എനിക്കും അതിലൊരുപാട് സന്തോഷമുണ്ട് വല്യച്ഛ. എന്തായാലും നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചേച്ചി കുറച്ച് ജ്യൂസ് എടുക്കവർക്ക് എന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും വല്യച്ഛൻ പറയുന്നുണ്ട്, വേണ്ട മോളെ, ഒന്നും വേണ്ട. ഞങ്ങളിപ്പോൾ കാപ്പി കുടിച്ചിങ്ങ് വന്നതേയുള്ളൂ. ഞാൻ കമലത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും കാപ്പി കുടിച്ചു. പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഉത്സവം നടക്കുന്നുണ്ട്. ആ ഉത്സവത്തിലേക്ക് നിന്നെയും വിക്രമിനെയും ക്ഷണിക്കാനായാണ് ഞങ്ങളിവിടെ വന്നത്. എന്നാ വല്യച്ഛ ഉത്സവമെന്ന് നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും അടുത്ത ആഴ്ചയാണെന്ന് പറയുന്നു. എന്നാൽ മടിയോടുകൂടി തന്നെ വേദ ചോദിക്കുന്നുണ്ട്, അടുത്ത ആഴ്ചയാണോ? അതിൽ ഞാൻ പങ്കെടുക്കണമെന്ന് നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും വല്യച്ഛൻ പറയുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ ചോദിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ഉത്സവത്തെക്കുറിച്ചൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ? അവിടെയുള്ള ആഘോഷങ്ങളൊക്കെ അത്ര പ്രധാനപ്പെട്ടതല്ലേ മോളെ? നീ വരാതെ എങ്ങനെ? നീ മാത്രമല്ല വിക്രമും, നിങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായി നിങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെയാണ് വരേണ്ടത്. ഇത് കേട്ടപ്പോഴാണ് വേദ ഞെട്ടുന്നത്. ആകെ പകച്ച് നമ്മുടെ വേദിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നാൽ വേദിയുടെ ഈ മുഖഭാവം കണ്ട് വിജിക്ക് ചിരി വരുന്നുണ്ട്. പെട്ടെന്ന് വേദ അവരോട് പറയുന്നുണ്ട്, അത് വല്യച്ഛ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഒരുപാട് പ്രധാനപ്പെട്ട വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നും തീർന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് കേട്ടതും അവർ പറയുന്നുണ്ട്, എന്താ മോളെ ഇത്? എന്ത് തിരക്കാണെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നീ വന്നേ പറ്റൂ, കുടുംബത്തോടു കൂടി. നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ കാര്യമാണ്, അത് നീ മുടക്കം പറയരുത്. ഇത് നിൻ്റെയും കുടുംബത്തിൻ്റെയും നല്ലതിനു വേണ്ടിയാണ് മോളെ ഞാൻ പറയുന്നത്. ഇത് കേട്ടതും വേദ എന്തോ പറയാനായി തുടങ്ങുമായിരുന്നു. പെട്ടെന്നാണ് വേദേ നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നത്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് ചേച്ചി ഞാൻ ഇവരോട് സംസാരിക്കുകയല്ലേ, ഞാനിപ്പോൾ വരാം. എന്നാൽ വല്യച്ഛൻ പറയുന്നുണ്ട്, മോളെ ആ കുട്ടി വിളിക്കുന്നതല്ലേ, എന്താന്ന് ചെന്ന് നോക്ക്, എന്നിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറയുകയാണ്. ഉടനെ തന്നെ എന്നാൽ ശരി ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വേദ വിജിയുടെ പിറകെ ചെല്ലുന്നുണ്ട്. എന്താ ചേച്ചി, എന്താ കാര്യം? ഇത് കേട്ടത് വിജി പറയുന്നുണ്ട്, നീ എന്ത് തീരുമാനിച്ചു? എന്താ ചേച്ചി, ഞാൻ എന്ത് തീരുമാനിക്കാനാ? എനിക്കൊന്നും അറിയുന്നില്ല. അവനക്കും എനിക്കും ആ കുടുംബത്തിനും ഒരു ബന്ധവുമില്ലെന്ന് നമുക്കറിയാം. അവർക്ക് പക്ഷെ അതൊന്നും അറിയില്ല. അവരോട് ഞാൻ എന്ത് പറയാനാ? അത് നീ പറഞ്ഞത് ശരിയാ വേദേ. അവർക്ക് ഒരു കാര്യവും അറിയില്ല. ഒന്നും അറിയാതെ തന്നെ അവർ വന്ന് സംസാരിക്കുന്നത്. എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നീ സത്യമൊന്നും തുറന്നു പറയരുത്. അവർ പറഞ്ഞതുപോലെ ഉത്സവത്തിന് നീയും വിക്രമും പങ്കെടുക്കണം. എന്താ ചേച്ചി ഇത്? ഞാനും അവനും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? വേദേ, നിനക്കറിയാഞ്ഞിട്ടാ. കുടുംബത്തിന് വേണ്ടി ചില ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. പിന്നെ ആ അച്ഛൻ്റെ സ്നേഹം നിനക്കറിയാവുന്നതല്ലേ? വിക്രമിൻ്റെ അച്ഛൻ്റെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. നീ തന്നെ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആ അച്ഛന് നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളത്. എന്നിട്ടാണോ അച്ഛൻ്റെ ആഗ്രഹം നീ നടത്തി കൊടുക്കാതിരിക്കുന്നത്? വേദേ, ഈ ഉത്സവത്തിൽ നിങ്ങൾ പങ്കെടുത്തില്ല എങ്കിൽ നിങ്ങൾ അച്ഛനെ അപമാനിക്കുന്നത് പോലെയാണ്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ചേച്ചി ശരി, എങ്ങനെയെങ്കിലും ഞാൻ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാമെന്ന് വെച്ചാൽ ഞാൻ മോളെ എന്ത് ചെയ്യും? ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, അത് മോളെ അവരെ കാണിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല, എനിക്കൊട്ടും ഇഷ്ടമില്ല എന്നും വേദ പറയുമ്പോൾ വിജി പറയുന്നുണ്ട്, നിനക്കിഷ്ടമില്ലെങ്കിൽ നീ കൊണ്ടുപോവേണ്ടതില്ല വേദേ. അതിനല്ലേ ഞാനിവിടെ ഉള്ളത്, അവളെ നോക്കാൻ. എൻ്റെ മോളല്ലേ അവൾ. പിന്നെ ഞങ്ങൾ ബോറടിച്ച് കഴിഞ്ഞാൽ നീ പോയി കഴിഞ്ഞ് ഞങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ ഞങ്ങൾ നാട്ടിലൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. അപ്പോഴേക്കും നീ ഉത്സവത്തിന് പോയി അടിച്ച് പൊളിച്ചിട്ട് വാ വേദേ എന്ന് പറയുന്നുണ്ട് വിജി. ചേച്ചി എന്താണ് ഈ പറയുന്നത്? അവനും ഉണ്ടാവും, അവൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടാവും. അത് ചിന്തിക്കുമ്പോഴേക്ക് എനിക്ക് ദേഷ്യം വരുന്നു ചേച്ചി എന്ന് പറയാണ്. ഇതൊക്കെ പറയുമ്പോൾ വേദയുടെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട്. ഇത് കേട്ടതും കാണുമ്പോൾ നമ്മുടെ വിജിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. എങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് വിജി പറയുന്നുണ്ട്, വേദേ അതെല്ലാം നീ മാറ്റിവെക്ക്. കുടുംബമാവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നീ കുറച്ചൊന്ന് ക്ഷമിക്ക്. എന്നിട്ട് ഉത്സവത്തിന് പങ്കെടുക്കാമെന്ന് അവരോട് ചെന്ന് പറ. നീ നല്ല കുട്ടിയായിട്ട് ചെല്ല് പറയേ. അങ്ങനെ വിജിയുടെ നിർബന്ധത്തിന് വഴങ്ങി മനമില്ലാ മനസ്സോടുകൂടി വേദ അവരുടെ മുന്നിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ശരി ഉത്സവത്തിന് ഞങ്ങൾ വന്നുകൊള്ളാം എന്ന് പറയുക. വന്നവർക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. വേദയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരമാണ് വിക്രം പെട്ടെന്ന് ഗേറ്റ് കടന്ന് വരുന്നത്. ഇവരെ കണ്ടതും വിക്രം അവിടെ സ്റ്റക്കായി പോവുകയാണ്. പെട്ടെന്ന് അവരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വിക്രം.
വെല്ലിച്ചൻ വിക്രമിനെ കണ്ടതും പറയുന്നുണ്ട്, അല്ല നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല വിക്രം. ഇത് കേട്ടതും വിക്രം ആകെ തളർന്നു പോവുകയാണ്. വിക്രം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓഹോ, അപ്പോൾ വേദ സത്യമെല്ലാം തുറന്നു പറഞ്ഞോ? ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇപ്പോൾ ഇല്ല എന്നുള്ള കാര്യം വല്ലിച്ചനോട് തുറന്നു പറഞ്ഞോ? എല്ലാം കുളമായല്ലോ ദൈവമേ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം. എടാ, ഞങ്ങൾ ഇത്രയും ദൂരം ഇങ്ങോട്ടേക്ക് വന്നതല്ലേ, അപ്പോൾ ഞങ്ങളെ സ്വീകരിക്കേണ്ടത് നീയല്ലേ, അല്ലാതെ നിൻ്റെ ഭാര്യ മാത്രമല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേടാ ഞങ്ങളെ സ്വീകരിക്കേണ്ടത്. എന്നിട്ടിപ്പോൾ പോകാൻ നേരം വന്നിരിക്കുന്നു അവൻ എന്നിങ്ങനെ വെല്ലിച്ചൻ പറയുന്നത് കേട്ട് വിക്രമിന് സമാധാനമാവുകയാണ്. അപ്പോൾ സത്യമൊന്നും വേദ പറഞ്ഞിട്ടില്ല എന്ന് വിക്രമിന് ബോധ്യപ്പെടുന്നുണ്ട്. ഉടനെ തന്നെ വിക്രം ചോദിക്കുന്നുണ്ട്, അല്ല വല്ലിച്ച, ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങളിങ്ങനെ എന്നെ ശകാരിക്കുന്നതെന്ന് ചോദിക്കുന്നു. പിന്നെ അത് തന്നെ, അല്ലാതെ എന്തിനാടാ ഞാൻ നിന്നോട് വഴക്കിടുന്നത്? നീ എന്നും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? കറക്റ്റ് സമയത്ത് എവിടെയെങ്കിലും നീ വന്നിട്ടുണ്ടോ? എപ്പോഴും നീ ലേറ്റായി തന്നെയല്ലേ വന്നിട്ടുള്ളൂ. എന്തായാലും നിൻ്റെ ഭാര്യ പഠിച്ചൊരു കളക്ടറായി, അത് നമ്മുടെ കുടുംബത്തിന് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്, ഒരു അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് പങ്കെടുക്കുക, ഒരു കളക്ടർ വരിക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് മോനെ. അതുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം നിൻ്റെ ഭാര്യയോടും നിൻ്റെ അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും കൂട്ടി നീ ഉത്സവത്തിന് വരണം എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ വേദയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. വേദയാണെങ്കിൽ ദേഷ്യം വന്നിങ്ങനെ പുറകിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ വിക്രം അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല വല്യച്ഛ, ഇതിന് മറുപടി എൻ്റെ ഭാര്യ എന്ത് പറഞ്ഞു? നിങ്ങൾ ക്ഷണിച്ചില്ലേ, അപ്പോൾ അവൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. എന്താടാ ഇങ്ങനെ ഒരു ചോദ്യം? ഞങ്ങൾ വിളിച്ചാൽ അവൾ വരാതിരിക്കുമോ? ഞങ്ങൾ വിളിച്ചപ്പോൾ വരാമെന്ന് അവൾ സമ്മതിച്ചിട്ടുണ്ട്. നിന്നോടും കാര്യം ഒന്ന് ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ വിക്രം അത്ഭുതത്തോടു കൂടി വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഉടനെ തന്നെ വേദ വിക്രം വല്യച്ഛനോട് പറയുന്നുണ്ട്, അവൾ സമ്മതിച്ച പിന്നെ എന്താ പിന്നെ വല്യച്ഛ, വേറെ വല്ല പ്രശ്നമുണ്ടോ? ഞങ്ങൾ വന്നിരിക്കും, സന്തോഷത്തോടെ ഉത്സവത്തിന് വന്നിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ വല്യച്ഛ എന്ന് പറയുകയാണ്. ഉടനെ തന്നെ അവർ അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. എന്നാൽ വിക്രമിൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ വേദ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വിക്രമിനെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പതുക്കെ പതുക്കെ പിറകിലോട്ട് കയ്യും കെട്ടി വേദയുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കുകയാണ് വിക്രം. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, അല്ല നീ അവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അല്ലേ? ഞാൻ ആദ്യം പേടിച്ചു പോയി, നീ എന്തെങ്കിലുമൊക്കെ വിട്ട് അവരോട് പറഞ്ഞോ എന്ന്. അവരിങ്ങനെ കളക്ടർ മാഡത്തിൻ്റെ ഭർത്താവാണ് എന്നിങ്ങനെ എന്നെ പറ്റി പറയുമ്പോൾ എനിക്ക് എത്ര അഭിമാനമാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, അതെ നീ അത്രയ്ക്ക് സന്തോഷിക്കേണ്ട, അച്ഛൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഒരു ആഗ്രഹമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഉത്സവത്തിന് വരാമെന്ന് അവരോട് പറഞ്ഞത്, അല്ലാതെ ആരോടുമുള്ള ഒരു സിമ്പതി കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നും തന്നെ അല്ല എന്ന് വേദ പറയുന്നുണ്ട്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, അല്ല നീ എൻ്റെ അച്ഛൻ്റെ മരുമകളാണെന്ന് സമ്മതിച്ചു തന്നല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ വേദ വീണ്ടും പറയുന്നുണ്ട്, നീ അങ്ങനെ വിചാരിക്കണ്ട, അവരുടെ ഒരാഗ്രഹമായിരുന്നല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം, അവരെ അപമാനിക്കണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ അവരോട് പറയാതിരുന്നത്. എന്തായാലും കുടുംബക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഇവിടെ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കണം അവിടെയും. അവിടെ ചാൻസ് കിട്ടുമ്പോൾ നിനക്ക് ഒട്ടി വരുന്നൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് എന്നോട് കൂടുതൽ അടുക്കാനൊന്നും വരരുത്. അങ്ങനെ വന്നാലുണ്ടല്ലോ എൻ്റെ തനി സ്വഭാവം നീ അറിയുമെന്ന് പറയുന്നു. ശരി മാഡം, അങ്ങനെയാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട്. വീട്ടിലെത്തിയതും വിക്രമിൻ്റെ മുന്നിലേക്ക് ഒരു കപ്പ് കാപ്പിയുമായിട്ട് കൺമണി വരുന്നുണ്ട്. എന്നാൽ വിക്രം പറയുന്നുണ്ട്, എനിക്ക് വേണ്ട. ദേഷ്യത്തോടു കൂടി തന്നെയാണ് വിക്രം പറയുന്നത്. ഇത് കേട്ടതും കൺമണി ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം, എൻ്റെ കൈ കൊണ്ട് തരുന്ന കാപ്പി നീ കുടിക്കില്ലെന്ന് തീരുമാനിച്ചോ? ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നീ എന്തൊക്കെയാണ് വേദയെക്കുറിച്ച് പറഞ്ഞത്, അതൊന്നും എനിക്ക് പൊറുക്കാൻ കഴിയുന്നതല്ല. നീ എന്താ അവളെപ്പറ്റി ചിന്തിച്ചത്? എന്താണ് അവളെപ്പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അവൾ നീ പറയുന്നത് പോലെയുള്ള ഒരു സ്ത്രീയല്ല. അവൾക്ക് അങ്ങനെ ആരോടെങ്കിലും ഒരു സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോടൊപ്പം ജീവിക്കണമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മറയും കൂടാതെ നാട്ടുകാരുടെ മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ അവരോടൊപ്പം ജീവിക്കാൻ, വിവാഹം കഴിച്ച് ജീവിക്കാൻ മാത്രമേ അവൾ മുതിരുകയുള്ളൂ. അത് അവളുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിനക്ക് അവളെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. നീ പറയുന്നു നാട്ടുകാർ പറഞ്ഞെന്ന്. നാട്ടുകാർ അങ്ങനെ പലതും പറയും. പക്ഷേ നീ അത് വിചാരിച്ച് അവളെക്കുറിച്ച് മോശമായി ഇവിടെ ഒന്നും തന്നെ പറയാൻ പാടില്ല. പിന്നെ
ഞാനാണ് തെറ്റ് ചെയ്തത്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അന്നേ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങേണ്ടതായിരുന്നു. നീയും നിന്റെ അച്ഛനും ചേർന്ന് ചതിച്ച് എന്നെ വിവാഹം കഴിക്കാൻ മുതിർന്ന ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടതായിരുന്നു എന്ന് പറഞ്ഞതും കൺമണിക്ക് പെട്ടെന്ന് പേടിയാവുകയാണ്. അയ്യോ വിക്രം, എന്താ നിങ്ങളീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, നിന്റെ മനസ്സിൽ ഇത്രമാത്രം ദുഷിച്ച ചിന്തകളോടുകൂടി എന്നോടൊപ്പം ഇവിടെ താമസിക്കുന്നു എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്നും വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് മാറി താമസിച്ചുകൊള്ളാം. അയ്യോ വിക്രം, അങ്ങനെയൊന്നും പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കൺമണി വിക്രമിൻ്റെ കാലിൽ അങ്ങ് വീഴുവാണ്. കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട്, അയ്യോ വിക്രം ഇവിടെ നിന്നും പോകരുത്, നാട്ടുകാരിങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നുള്ള വിവരം നീ അറിയണ്ടേ, അതിനു വേണ്ടിയാണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ എൻ്റെ മനസ്സിൽ വേദയെക്കുറിച്ച് മോശമായ ഒരു ചിന്തയും തന്നെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ് അഭിനയിച്ചാണ് കൺമണി വിക്രമിൻ്റെ കാലിൽ വീഴുന്നത്. വിക്രം കാലുകൊണ്ട് ഇങ്ങനെ കുടയുന്നുണ്ട്. എന്താ കൺമണി നീ കാണിക്കുന്നത്, എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ കുടയുന്നുണ്ട്. പക്ഷേ കൺമണി കാലിൽ മുറുകെ പിടിച്ചു കിടക്കുകയാണ്. ഇത് കണ്ടതും രാജേട്ടൻ പറയുന്നുണ്ട്, എന്താ കൺമണി നീ ചെയ്യുന്നത്? ദേ ഞങ്ങൾ കാണുമ്പോൾ ആകെ നാണക്കേടാണ് തോന്നുന്നത്. എഴുന്നേൽക്ക്, അവൻ്റെ കാലിൽ കീഴിൽ നിന്ന് എഴുന്നേറ്റ് പോ കൺമണി എന്ന് പറയുന്നു. എന്നാൽ കൺമണി പറയുന്നുണ്ട്, ഇല്ല, എന്നോട് ക്ഷമിച്ചു എന്ന് വിക്രം പറയുന്നത് വരെ ഞാൻ ഇവിടെ കിടക്കും. വിക്രം എന്നോട് ക്ഷമിക്കണമെന്ന് കൺമണി പറയുന്നുണ്ട്. എന്നാൽ വിക്രം പറയുന്നുണ്ട്, നിന്നോട് എഴുന്നേറ്റ് പോകാനാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ കൺമണി എഴുന്നേൽക്കുന്നില്ല. ഇത് കണ്ടതും മണിയൻകുട്ടൻ പറയുന്നുണ്ട്, എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? അവനക്കിപ്പോൾ ഇവിടെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഇവിടെ നിന്നും മാറി, അല്പം മാറിയാണെങ്കിലും വേറെ വീട്ടിൽ താമസിക്കാമെന്ന് പറയുന്നത്. അതിനെന്താ കുഴപ്പം? അതിനാണോ നീ ഇങ്ങനെ സീനാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ കൺമണി പറയുന്നുണ്ട്, നിങ്ങൾക്കിങ്ങനെ നിസ്സാരമായിട്ട് തോന്നാം, പക്ഷേ എനിക്കത്ര നിസ്സാരമായ കാര്യമല്ല അത്. വിക്രം ഇവിടെ ഇന്നും പോകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം അവസാനിച്ചതുപോലെ